ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ എന്ത് ചെയ്തിരിക്കും? എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഭവനത്തിനകത്ത് സ്വന്തം അനുഗ്രഹം കൽപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ എന്ത് ചെയ്യുന്നു? അവൻ സ്തോത്രം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒത്തിരി വാക്യങ്ങൾ അവിടെ സവിസ്തരമായി എടുത്ത് പ്രസ്താവിക്കേണ്ടതാണെങ്കിലും ഇന്ന് പകൽക്കാലം എനിക്ക് സന്തോഷമുള്ള ഒരു ഭാഗം ദൈവത്തിന്റെ ആത്മാവിന്റെ അകത്ത് നൽകി തന്നത് നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒരു സന്തതി അവനെ സേവിക്കും. വരുവാനുള്ള തലമുറയോട് ഒന്നും പറയാൻ, സാക്ഷ്യം പറയാൻ ഇല്ലാത്തവരല്ല സേവിക്കുന്ന ദൈവമക്കൾ. അവൻ സ്വർഗത്തിലെ ദൈവം മറുപടി നൽകുന്ന ദൈവമാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലമുണ്ടെങ്കിൽ ആയിരം തലമുറ വരെ നീതി കാണിക്കുന്ന ഒരു ദൈവത്തെയാണ്. വിഗ്രഹങ്ങളെ സേവിക്കുന്ന സ്ഥാനത്ത് നിന്ന് ജീവനുള്ള ഒരു ദൈവത്തെ കണ്ടിറങ്ങുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. അവരുടെ ദൈവങ്ങൾ പോലെയല്ല നമ്മുടെ ദൈവം. അവർക്ക് കണ്ണുണ്ടെങ്കിൽ കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിൽ കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. ഇരുത്തിയിടത്ത് കൂടിയിരിക്കുന്ന ദൈവമല്ല നാം സേവിക്കുന്ന നമ്മുടെ ദൈവം. ഇവിടെ കാണാനൊന്നുമില്ലെങ്കിലും സ്തോത്ര ഹല്ലേലൂയ, വിശുദ്ധന്മാരുടെ പന്തിയിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ കണ്ണുകളടച്ച് സ്തോത്രം ചെയ്ത് അഭിഷേകത്തിന്റെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ അവൻ ദ്വൈതത്തിൽ മൂന്നാമനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ആലയത്തിനകത്ത് ശബ്ദമായി ഉചിതമായി എഴുന്നള്ളി വരുവാൻ തക്കവണ്ണ ശക്തിയുള്ള ദൈവമാണ്. ആ ദൈവത്തിനാണ് നിങ്ങളെ സേവിക്കുന്നത്. ഇന്ന് പകൽക്കാലത്ത് പറയുന്നത് സന്തോഷമുണ്ട്. സ്തോത്രം. നമ്മുടെ സഭയിൽ 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. സ്തോത്രം. ഹാലയിലെ 10th ഡിഗ്രിയെ കുഞ്ഞുങ്ങൾ. ആ 4 പേരും തോൽക്കാതെ വേണം. സ്തോത്രം. ഹാലയിലെ സ്വർഗത്തിലെ ദൈവം അവരുടെ പ്രാർത്ഥിക്കും, അവരുടെ അധ്വാനത്തിനും മീതെ സ്തോത്രം. ഹാലയിലെ അവർ പരാജയപ്പെട്ടു പോകാതെ അവർക്കൊരു ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കപ്പെടേണ്ടതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം അവരെ അവരുടെ ഭവനത്തിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ചിട്ട് അവരെ വീട്ടിനകത്ത് അനുഗ്രഹിക്കുന്ന ദൈവകൃപ ഈ ആരാധനക്കകത്ത് വെളിപ്പെടുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്ത ആമേൻ സ്തോത്രം വിജയത്തിന് ഞാൻ എല്ലാവരും പറഞ്ഞു സ്തോത്രം. നിങ്ങളെല്ലാവരും കൂടി ഇന്ന് ആമേൻ സ്തോത്രം മിഠായിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മധുരമോ ഒക്കെ കൊണ്ടുവന്നാൽ ഞങ്ങളൊക്കെ പലരും ഷുഗർ രോഗികളെ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ആമേൻ സ്തോത്രം ഓരോ ആഴ്ച ഓരോരുത്തർ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം ഉണ്ടാകും. സ്തോത്രം. അതിന്റെ തുടക്കത്തിലായിട്ട് ഞാനവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ മധുരത്തിന് കൂടെ പങ്കുകൊണ്ട് മാത്രമേ മടങ്ങി പോകാമെന്ന് ഓർപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ സ്തോത്രം പറയുക. ഞാൻ എൻ്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുകയാണ്. എൻ്റെ തലമുറയെ നിന്റെ വീട്ടിനകത്ത് അത്രയും നല്ല പറയാനുള്ളത് സ്തോത്രം. പക്ഷേ ഞാൻ സമയത്തെ ഭയക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വീട്ടിനകത്ത് ദൈവത്തിന് സ്തോത്രം ഇളകി കിടക്കുന്ന ഉറയ്ക്കാത്ത സ്തോത്രം ഹല്ലേലൂയ വാതിലിന് പുറത്ത് പോകാതെ അനുഗ്രഹത്തെ അതിനകത്ത് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവ ശാപത്തെ മാറ്റിയിട്ട് ഹല്ലേലൂയ ആ കൈപ്പിനെ മാറ്റിയിട്ട് ആ രോഗത്തെ മാറ്റിയിട്ട് ആ നെടുവീർപ്പിനെ മാറ്റിയിട്ട് എന്റെ തലമുറയ്ക്ക് നിത്യമായ ശാശ്വതമായ ഉറപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഗ്രഹം കൊടുക്കാൻ പ്രവചനാത്മാവിലെ വചനത്തെ കാണുന്ന ദൈവമക്കൾ, ആ ദൈവശബ്ദം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഇന്ന് പാലക്കാലം വിശ്വസിക്കുമ്പോൾ കരയുന്ന ഉപവസിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വഴികളെ തുറക്കാനിടയായിട്ട് നല്ലൊരു അഡ്മിഷൻ കിട്ടാൻ കൂടെ നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൻ സ്തോത്രം. ഹല്ലേലൂയ. കമ്പ്യൂട്ടറാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷനൊക്കെ കൊടുക്കുന്നത്. അവൻ സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യർ കൊടുക്കുന്ന സമയങ്ങളൊക്കെ കഴിഞ്ഞു. മാനേജ്മെന്റ് കോട്ടയിൽ ഒരുപാട് പൈസ കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലാണെങ്കിൽ അവൻ സ്തോത്രം അടുപ്പ് പുകയുന്നുണ്ടോന്ന് സംശയമാണ് പലയിടത്തും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഈ ഭാരിച്ച സ്തോത്രം എമൗണ്ടുകൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം മാതാപിതാക്കളുടെ കരങ്ങളെ ബലപ്പെടുത്തേണ്ടതിന്
വാടക കൊടുക്കാൻ, കറണ്ട് ചാർജ് അടയ്ക്കാൻ, ഫീസ് കൊടുക്കാൻ, പെട്രോൾ അടിക്കാൻ, അങ്ങനെ വേണ്ടുന്നതെല്ലാം നമുക്ക് ഇതുവരെ ഒരു കാര്യം മുടങ്ങിയിട്ടില്ലല്ലോ. ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നത് കൊണ്ട് എനിക്ക് മുട്ടുണ്ടാകയില്ല. ആ വിശ്വാസത്തോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ നമുക്കൊരു നിമിഷം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം കണ്ണുകളടച്ചാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബിജു പാസ്റ്റർ എഴുന്നേറ്റ് നിന്ന് പരസ്യമായി ഈ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സാക്ഷിച്ചിരിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ പങ്കെടുക്കുവാൻ കർത്താവ് എനിക്ക് നൽകിയ സാവകാശത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കഴിഞ്ഞ നാളിലെല്ലാം മുള്ളങ്കൽ വായിച്ച ദൈവത്തിന് പ്രവർത്തിക്കായി സ്തോത്രം. കർത്താവിൻ്റെ കരുണയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കഴിഞ്ഞ വർഷം 2024 ഡിസംബർ മാസം 25-ാം തീയതി ഉപവാസ പ്രാർത്ഥനയുടെ 17-ാം ദിവസം ഒരു വെള്ളിയാഴ്ച പകൽ ഈ സഭയിൽ ആദ്യമായിട്ട് വരുവാൻ കർത്താവ് സാവകാശം ഒരുക്കി തോന്നിയ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്നും യാദൃശ്യമായാണ് വന്നത്. ചർച്ചകോട് സഭയിൽ പോകാൻ വേണ്ടി വന്ന് അവിടെ പോയെങ്കിൽ അവിടെ ഞാൻ എത്തിയത് ലേറ്റ്, അവിടെ പാസ്റ്റർ കാണാൻ വേണ്ടി വന്നതാണ്. എന്നാൽ ആ പാസ്റ്റർ സമയം വൈകിയതുകൊണ്ട് പാസ്റ്റർ വേറൊരു അടുത്ത് പോകാനുള്ളതുകൊണ്ട് പാസ്റ്റർ പോയി. അങ്ങനെ ഇവിടെ പിന്നെ പരിചയം നേരത്തെ മുമ്പ് വന്നോളൂ. ഇവിടെയും പ്രാർത്ഥന പാട്ട് തുടങ്ങിയാൽ എന്നാലും കർത്താവ് സമയത്ത് കൊണ്ടുവന്നാൽ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അത് യുവദാസിനോട്ട് സ്തോത്രം ചെയ്യുന്ന നമ്മൾ ചിന്തിക്കാറുണ്ട്. 2 ആഴ്ച ആയുള്ളൂ പാസ്റ്റർ, പുതിയ പാസ്റ്റർ വന്നിട്ട്. പക്ഷേ സംഗീതത്തിന് ആകെ 5 മിനിറ്റ് പറഞ്ഞുള്ളൂ. മറ്റുള്ളവർക്ക് സമയം കൊടുക്കാനുള്ള നല്ലൊരു മനസ്സ് കർത്താവ് നൽകിയത് സ്തോത്രം. ദൈവത്തിന് മഹത്വം കരയിക്കുന്ന കർത്താവ് തന്നെയും തൻ്റെ കുടുംബത്തെയും ശുശ്രൂഷയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ട് മറ്റുള്ള ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഞാൻ സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. തെക്കേമേലയിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയും 1 വർഷമായുള്ളൂ താമസമാക്കിയത്. എൻ്റെ സ്വദേശം ആലുവയാണ്, ഭാര്യയുടെ തിരുവല്ലയുമായിരിക്കുന്നു. ഇപ്പോൾ ചില വർഷങ്ങളായിട്ട് ശാരീരിക പ്രയാസം ഉള്ളതുകൊണ്ട് സഭാചാർജുകളൊന്നും ഇല്ലാതെ കർത്താവിൻ്റെ വേല പൊതു ശുശ്രൂഷയായിട്ട് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന 2 വാക്യം എന്ന സംഗീതത്തിനോട് ബന്ധത്തിൽ എന്നെ വളരെ സ്പർശിക്കുന്ന വാക്യങ്ങളായതുകൊണ്ട് ആ വാക്യങ്ങൾ വായിച്ച് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പേര് രാകേഷാണ്, എൻ്റെ ഭാര്യയുടെ പേര് ശോശാമ. 22 വർഷമായി ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷമായിട്ട് മക്കളില്ലാതെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രയാസം ഭാരവുമില്ല. ഇന്ന് ഞാൻ വരുന്ന ബസ്സിലും IPCയിലും ഒരു സീനിയർ പാസ്റ്റർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. താൻ കീഴ്ക്കൂടുള്ള IPC സഭയിൽ തന്നെ എനിക്ക് അവിടെ ശുശ്രൂഷ ഉള്ളതുകൊണ്ട് താൻ അവിടെ ഇറങ്ങാൻ ഇട വന്നു. ആ പാസ്റ്ററോടും മക്കളുടെ കാര്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മക്കളില്ല. അതിനകത്ത് ഒരു വിഷമമില്ല. കാരണം സ്വർഗത്തിൽ എത്ര മക്കൾ ഉള്ളതോ ഇല്ലാത്തല്ല വിഷയം. സ്വർഗത്തിൽ പോകണം, കർത്താവ് ഏൽപ്പിച്ച് ശുശ്രൂഷ തീർക്കണം എന്നേ ഉള്ളൂ എന്ന് പറയാൻ ഇട വന്നു. സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോഴും പാസ്റ്റർ അന്ന് 10-15 മിനിറ്റ് തന്നായിരുന്നു. അന്നും ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, കഷ്ടങ്ങൾ കൂടി ഇവിടെ വേർപാട് ദുഃഖവും അതുപോലെ മറ്റുള്ള പ്രയാസങ്ങളും ഒക്കെ കടന്നുപോയ അനുഭവങ്ങൾ ദൈവമക്കൾ പറഞ്ഞു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിനോട് ചേർന്ന് ഞാൻ പറയട്ടെ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത് അത് കഷ്ടങ്ങൾ സഹിക്കുക എന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. നമുക്ക് മറ്റുള്ള ലോകപരമായുള്ള കാര്യങ്ങൾ നേടിയതോ നമുക്ക് ലഭിച്ചതല്ല, ഉപരിയായി അത് യേശു ക്രിസ്തുവിന് കഷ്ടങ്ങളുടെ പങ്കാളിയായി തീരുവാൻ നമ്മളെ കർത്താവ് കണ്ടതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വായിച്ച സംഗീതത്തിന് 9-ാം വാക്യം 147 9-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, കരയുന്ന കാക്ക കുഞ്ഞിനും അതതിൻ്റെ ആഹാരം കൊടുക്കുവാൻ അറിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആത്മാവില്ലാത്ത അതേ സ്വന്തം കാക്ക കുഞ്ഞിന് ദൈവത്തിന് അതിൻ്റെതായ ആഹാരം കൊടുക്കുവാൻ കർത്താവിന് അറിവുണ്ടെങ്കിൽ, കർത്താവിന് ശക്തി ഉണ്ടെങ്കിൽ അതും ആ കാക്ക കുഞ്ഞൻ കരയുന്നെന്നാണ് പറയുന്നത്. എന്നാൽ ആ കാക്ക കുഞ്ഞെ പോലെ കരയാൻ വേണ്ടിയല്ല കർത്താവ് നമ്മൾ കഷ്ടങ്ങൾ വരുമ്പോൾ അതേ സന്തോഷിക്കാൻ വേണ്ടി കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് അവസാന വാക്യം 19-20 വാക്യങ്ങൾ പറയുന്നത്, ദൈവം സ്തോത്രം അതേ യാക്കോബിനും ഇസ്രായേലിനും തൻ്റെ വിധികളും തൻ്റെ ന്യായങ്ങളും തൻ്റെ വചനവും കൊടുത്തു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകപ്രകാരമുള്ള എന്തെങ്കിലും നമുക്ക് നേടിയതല്ല നമുക്ക് ഏറ്റവും വലിയ കാര്യം. ഉപരിയായി നമുക്ക് ഹല്ലേലൂയ അതേ ദൈവത്തിന് വചനങ്ങൾ ലഭിച്ചത്, ദൈവത്തിന് ന്യായപ്രമാണം ലഭിച്ചത്, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അത് 20-ാം വാക്യം പറയുന്നത്, അത് വേറൊരു ജാതിക്കും അവനത് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് എത്ര വലിയ സൗഭാഗ്യം ലഭിച്ചു. മറ്റൊരു ജാതിക്കും കൊടുക്കാത്ത ഒരു കാര്യമാണ് ദൈവിക പ്രമാണം.
ഹല്ലേലൂയ. ആ ദൈവിക പ്രമാണം അത് അനുസരിപ്പാൻ പിൻപറ്റുവാനാണ് കർത്താൻ ആത്മാവ് നമ്മളെ സ്വർഗീയ വിളിയാൽ വിളിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ആ പ്രമാണം അനുസരിക്കുമ്പോൾ കഷ്ടമുണ്ട്, ഭാരമുണ്ട്, വേർപാടുണ്ട്, അത് സകല കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലെല്ലാം എന്തൊക്കെ വന്നാലും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അറിയിച്ചത് കർത്താവിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവ് അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവസഭ ഈ വർഷം പൂർണ്ണമായി ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കഴിയുന്ന കാക്ക കുഞ്ഞിന് അതിന്റെ ആഹാരം കൊടുക്കുവാൻ അറിവുള്ള ദൈവത്തെ നാം സേവിക്കുമ്പോൾ അത് ഉപരിയായി നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. ദൈവത്തിന് പ്രമാണം, ദൈവത്തിന് വചനം, അത് അന്ത്യം വരെ കാത്തു സൂക്ഷിപ്പാൻ, അത് പ്രമാണിപ്പാൻ കർത്താൻ ആത്മാ നമ്മളെല്ലാം ഒരുപോലെ സഹായിക്കട്ടെ. സമയം നൽകിയ ദേവദാസനും സഭ നന്ദി അറിയിക്കുന്ന കർത്താവാണ് അനുഗ്രഹിക്കട്ടെ. Gracias.